നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്നലെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് നേരിട്ട ഒരു ക്രാഷിൻ്റെ പിക്ചറാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇതിന് കാരണം ചൈന റിലീസ് ചെയ്തത് ഒരു AI മോഡലാണ്. അതായത് DeepSeek എന്ന AI മോഡലാണ് ഇതിന് റീസൺ. പക്ഷേ ചൈന ഒരു മോഡൽ റിലീസ് ചെയ്തുകൊണ്ട് മാത്രമാണോ ഇങ്ങനെ ഒരു ക്രാഷ് ഉണ്ടായത്? അപ്പോൾ എന്തുകൊണ്ടാണ് DeepSeekന് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ബാക്കി LLMകൾ അല്ലെങ്കിൽ ChatGPT, Gemini ഇതുപോലുള്ള AI മോഡൽസിനെ അപേക്ഷിച്ച് എന്താണ് DeepSeekനുള്ള അഡ്വാൻറ്റേജ്? എന്ത് ടെക്നിക്കൽ ചേഞ്ച് അവർ വരുത്തിയത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധിച്ചത്? ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ ചാനൽ. മുൻപ് ChatGPT റിലീസ് ചെയ്ത ശേഷം ഇന്ത്യയിൽ വന്ന സാം ആൾട്ട്മാനോട് ഇന്ത്യയിലുള്ള ചിലർ ചോദിച്ചു, ഇന്ത്യയിൽ ഒരു ChatGPT നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ സാം ആൾട്ട്മാൻ അന്ന് അതിന് പറഞ്ഞ ആൻസറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, പക്ഷെ നിങ്ങൾ അതിൽ പരാജയപ്പെടും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പള്ളി അമ്പലവും കളിച്ചു നടന്ന സമയം കൊണ്ട് ചൈന എന്ത് ചെയ്തു? DeepSeek എന്നൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് സാം ആൾട്ട്മാൻ്റെ ChatGPTയെ തന്നെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് അതിന് കാഴ്ചവെക്കാൻ സാധിച്ചു. ഈ DeepSeek എന്ന് പറയുന്നത് ഒരു ഹെഡ്ജ് ഫണ്ട്, അതായത് ചൈനയിലുള്ള ഒരു ഹെഡ്ജ് ഫണ്ട് അവരുടെ ഒരു സൈഡ് പ്രൊജക്റ്റ് മാത്രമായിട്ട് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ ഇന്ന് അതിന് ChatGPTയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ എന്തെല്ലാം കൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു അഡ്വാൻറ്റേജുകൾ ഉണ്ടാകുന്നുള്ളതാണ്. സോ OpenAI ആണ് ChatGPT റിലീസ് ചെയ്തത്. പക്ഷേ OpenAIക്ക് പേരിൽ മാത്രമേ ഓപ്പൺ ഉള്ളൂ. OpenAI യഥാർത്ഥത്തിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവരുടെ വെയ്റ്റ്സോ അല്ലെങ്കിൽ അവരുടെ ആർക്കിടെക്ചർ എന്താണെന്നോ ഒന്നും അവർ കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പുറത്ത് DeepSeek എല്ലാം ഫ്രീ ആയി കൊടുക്കണം. അവരുടെ ആർക്കിടെക്ചർ, അവരുടെ മോഡൽ വെയ്റ്റ്സ്, ഈ എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തു? ഫ്രീ ആയി ഹഗിംഗ് ഫേസിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, OpenAIൻ്റെ ChatGPT ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റിൻ്റെ എത്രയോ മടങ്ങ് കുറവാണ് DeepSeek ബിൽഡ് ചെയ്യാൻ എടുക്കുന്നത്. അത് മാത്രമല്ല, OpenAIയുടെ ഏറ്റവും സൂപ്പർ മോഡലായിട്ടുള്ള O1 Pro യൂസ് ചെയ്യാൻ $200 പെർ മന്ത് നമ്മൾ കൊടുക്കണം, അവരുടെ O1 മോഡൽ യൂസ് ചെയ്യാൻ. പക്ഷേ DeepSeekൻ്റെ R1 മോഡൽ, അത് ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് ഉള്ള ഈ രണ്ട് മോഡൽസും യൂസ് ചെയ്യാൻ ഒന്ന് ഫ്രീ ആണ്, ഒന്നിന് $200 കൊടുക്കണം. ഇതിന് ചില ലോജിക്കൽ ടാസ്കുകളിലൊക്കെ DeepSeek ആണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങളിൽ ബാക്കി LLMകളെല്ലാം അപേക്ഷിച്ച് DeepSeekന് വലിയ അഡ്വാൻറ്റേജുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ അഡ്വാൻറ്റേജിന് പോസിബിൾ ആകുന്നുള്ളതാണ്. OpenAIനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. OpenAI അത് വളരെ ക്ലോസ്ഡ് ആയ ഒരു സിസ്റ്റമാണ്. അവരുടെ ആർക്കിടെക്ചർ എന്താണ്, അവർ മിക്സർ ഓഫ് എക്സ്പേർട്സ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അവർ കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ DeepSeek യൂസ് ചെയ്യുന്നത് ഒരു മിക്സർ ഓഫ് എക്സ്പേർട്ട് ആർക്കിടെക്ചറാണ്. ഇതാണ് DeepSeekൻ്റെ ആർക്കിടെക്ചർ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ എക്സ്പേർട്ട് ആയിരിക്കും DeepSeekൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ആൻസർ ചെയ്യുന്നത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചാൽ അതിന് വേണ്ട ഒരു എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ ഇത്തരം ഓരോ കാര്യങ്ങൾക്കും ഓരോ എക്സ്പേർട്ടിനെ യൂസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തിന് റിലേറ്റഡ് ആണോ അതിനുള്ള എക്സ്പേർട്ടിനെ മാത്രം റൺ ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യും. ഇത് അവർ ഒപ്റ്റിമൈസ് ചെയ്ത ഒരു രീതിയാണ്. ഇത് മാത്രമല്ല, ChatGPT വേർഡ് ബൈ വേർഡ് ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ഒരു സെൻറ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ലൈഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ഈസ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അടുത്ത ഇറ്ററേഷനിൽ ഈസ് ബ്യൂട്ടിഫുൾ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ DeepSeek ചെയ്യുന്നത് മൾട്ടി ടോക്കൺ പ്രൊഡിക്ഷൻ ആണ്. ഒരേ സമയം മൾട്ടിപ്പിൾ ടോക്കൺസ് പ്രൊഡിക്റ്റ് ചെയ്യും. അപ്പം ലൈഫ് എന്ന് കൊടുത്താൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഒറ്റ ഇറ്ററേഷനിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ChatGPT 2 സ്റ്റെപ്പ് കൊണ്ട് ചെയ്യുന്ന കാര്യം ഇവർ ഒരു സ്റ്റെപ്പ് കൊണ്ട് ചെയ്യുന്നു. ഈ ഒരു അഡ്വാൻറ്റേജുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് GPU അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രാഷ് അനുഭവപ്പെട്ടത്. അതായത് NVIDIA ആണ് ഓൾമോസ്റ്റ് എല്ലാ GPUസും ഇപ്പം ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ GPUs ബിൽഡ് ചെയ്യുന്ന ബാക്കി കമ്പനീസിന് ഇതിൻ്റെ റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ ഹാഫ് ബിൽഡ് പ്രൊഡക്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ GPUസിൻ്റെ കോസ്റ്റ് ഇത്രയും GPUs വേണ്ട ഒരു LLM റൺ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു AI മോഡൽ റൺ ചെയ്യാനെന്ന് DeepSeek പ്രൂവ് ചെയ്തു. ഇത് കാരണം NVIDIA പ്രൊജക്റ്റ് ചെയ്തിരുന്ന റിക്വയർമെൻറ്റിൻ്റെ അത്രയും GPU അവർക്ക് സെല്ല് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു തോട്ടിന് പുറത്താണ് ഇന്നലെ അനുഭവപ്പെട്ട ക്രാഷ് വന്നത്. അപ്പം അമേരിക്കയിൽ എല്ലാവരും ഈ ഒരു AI നെറേറ്റീവിന് പുറകെ ഡാറ്റാ സെൻറ്റേഴ്സ് ബിൽഡ് ചെയ്യുന്നു, കൂടുതൽ GPUs വാങ്ങിക്കൂട്ടുന്നു, അതിന് വേണ്ട രീതിയിലോട്ടായിരുന്നു ബിൽഡ് ചെയ്ത് പോയിരുന്നത്. എന്നാൽ ആ നെറേറ്റീവിനെയും തകർക്കുന്ന രീതിയിലോട്ടാണ് DeepSeek വളരെ എഫിഷ്യൻ്റായിട്ടും വളരെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മോഡൽ റിലീസ് ചെയ്തത്. ഇത് അപ്പോൾ അവരുടെ ആ ഒരു നെറേറ്റീവിന് എതിരായിരുന്നു. അത് കാരണമാണ് ഇപ്പോൾ ഒരു ക്രാഷ് അനുഭവപ്പെട്ടത്. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് ഈ ഡെക്കേഡിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്.
അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് നമ്മൾ മുമ്പ് ഗൂഗിൾ യൂസ് ചെയ്തതിൽ നിന്ന് ChatGPT എത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ ChatGPT റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വിത്ത് ഹ്യൂമൻ ഫീഡ്ബാക്ക് RLHF യൂസ് ചെയ്തതുകൊണ്ടാണ്. എന്നാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് DeepSeekന് എങ്ങനെ GPT-യേക്കാൾ കൂടുതൽ നല്ല പെർഫോമൻസ് തരാൻ സാധിക്കുന്നത് വെച്ചാൽ അതിനുള്ള ആൻസറും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. അവരുടെ R1 മോഡലിന്റെ റീസണിങ് കേപ്പബിലിറ്റി ഇൻസെൻറ്റിവൈസ് ചെയ്തത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെ കമ്പ്യൂട്ടർ സ്വയം ട്രയൽ ആൻഡ് എററിലൂടെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന മെത്തേഡാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇനി എന്ത് സംഭവിക്കുന്നതാണ്, DeepSeek അവരുടെ ആർക്കിടെക്ചർ റിലീസ് ചെയ്തു. ഇപ്പം OpenAIയുടെ കയ്യിൽ ഇഷ്ടംപോലെ GPUം ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം റെഡിയാണ്. അപ്പോൾ അവർ ഇതേ ആർക്കിടെക്ചറും ഇതേ സിമിലർ ഡാറ്റയും ഉപയോഗിച്ചിട്ട് അവരൊരു പുതിയ മോഡൽ ട്രെയിൻ ചെയ്ത് ചിലപ്പോൾ ഇതിനേക്കാൾ സുപ്പീരിയർ എഫിഷ്യൻസി ഉള്ള ഒരു മോഡൽ അവർ ബിൽഡ് ചെയ്യും. സോ ഇങ്ങനെ ഒരു AI മോഡൽസ് ഒരു ടീമിൻ്റെ മാത്രം കുത്തകയല്ലാതെ എല്ലാവരും AI മോഡൽസ് ബിൽഡ് ചെയ്യും, AI മോഡൽസ് യൂസ് ചെയ്തുള്ള സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ വരുന്നൊരു ടൈമാണ് ഇനി വരാൻ പോകുന്നത്. താങ്ക് യു.